ഹലോ, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിമ്മിനിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരുവിധം എല്ലായിടത്തും ഇതുപോലെ നിറയെ റബ്ബർ തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇതിലെ പോകുമ്പോൾ. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ. വല്ലാത്ത പച്ചപ്പും നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ടൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു ഇത്. ഇതൊക്കെ കാണുമ്പോൾ കണ്ണിന് തന്നെ വല്ലാത്തൊരു കുളിർമ തോന്നായിരുന്നു. നോക്കിയേ, പച്ച കളറും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആകാശം കാണുമ്പോഴും ഒക്കെ വല്ലാത്തൊരു സുഖം. അവിടെ നിന്ന് ഇറങ്ങിയത് ആ ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ നെയ്ച്ചോറും ബീഫുമാണ് കഴിച്ചത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഈ കവാടം കാണാം കേട്ടോ. പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഇല്ല. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ പോയാലാണ് ATM ഉണ്ടാവുള്ളൂ കേട്ടോ. എൻട്രി ടൈം രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ്. ഒരാൾക്ക് 40 രൂപയും കുട്ടികൾക്ക് 35 രൂപയാണ്. ഞങ്ങൾ നേരെ ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിലേക്കാണ് പോവുക കേട്ടോ. ഇതാണ് ആ ഭാഗം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ കാണാനാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നതെന്ന്. അത് നോക്കിയാൽ കുറേ നേരം നോക്കിയിരുന്നപ്പോഴാണ് ഇങ്ങനെ വെയിൽ മേഘങ്ങളും എല്ലാം പോകുന്നത് കണ്ടത്. എന്ത് രസമല്ലേ കാണാൻ. കുറേ തവണ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും വേറെ വേറെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ചെമ്മീന് തരാറ്. അതുകൊണ്ട് തന്നെയാവാം ഈ സ്ഥലം ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാവുന്നതും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റില്ല. അവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ അച്ഛനും മക്കളൊക്കെ നിൽക്കുന്നത്. ഇവിടെ വരെ വെള്ളമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് മഴവില്ലൊക്കെ കാണാൻ പറ്റി. ഈ മേഘങ്ങൾ എന്നെ കാണുമ്പോൾ എന്ത് രസമല്ലേ. നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങൾ. ഞാൻ നോക്കിയിരിക്കുമ്പോൾ മഴമേഘം മാറി വെയിൽ വരുന്നത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിങ്ങനെ കണ്ടത്. ആ അറ്റത്ത് കണ്ടോ നല്ല വെയിലടിക്കുന്നത്. പിന്നെ താഴെ ഭാഗത്ത് കാട്ടുപോത്തിനെയും കാണുന്നുണ്ടായിരുന്നു. ഇത് റംബൂട്ടാൻ വരുന്ന വഴി വാങ്ങിയതാ. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് ചിമ്മണിയിൽ വന്നിട്ട് ഡാമിൻ്റെ മുകളിലൂടെ നടന്ന് പോകാറുള്ളൂ എന്ന്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. നോക്കി അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. രണ്ടാളും കയറി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല വെയിലാണെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഡാമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഈ മരങ്ങളും റബ്ബറും എല്ലാം കൂടി ഇതാ ഇങ്ങനെ തന്നെ നല്ല തണുപ്പാണ് ഇതിൽ കൂടെ പോകാനായിട്ട്. ഏത് വെയിലുള്ള സമയത്ത് വന്നാലും ഇതുപോലെ അവിടെ കുറച്ച് ഇങ്ങനെ ഊഞ്ഞാലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വട്ടവഞ്ചി ഉണ്ട്. അവിടെ തന്നെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഭൂമിത്ര സേനയുടെ ടൂർ ഇങ്ങോട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ടൂർ പോകാൻ വേണ്ടി മാത്രം ഭൂമിത്ര സേനയിലേക്ക് ഞാൻ ചേർന്നതാണ്. ഞാൻ മാത്സ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബോട്ടണി ആയതുകൊണ്ട് അവരുടെ കൂടെ പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിത്ര സേനയിൽ ചേർന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഊഞ്ഞാലൊക്കെ ആടി നല്ല രസമായിട്ട്. മോനൊന്ന് വീഴാനൊക്കെ പോയി. അവന് കുറച്ച് പേടി കൂടുതലായിരുന്നു കേട്ടോ. ഊഞ്ഞാലൊക്കെ കാണുമ്പോഴും നമ്മളും ചെറിയ കുട്ടികളാവുമല്ലോ. ഞാനും ഒന്ന് ആടി. നല്ല രസമായിരുന്നു. എനിക്കും ചെറിയ പേടിയുണ്ട്, എന്നാലും അവരത്ര ഇല്ലല്ലോ. അപ്പോഴേക്കും ഫുഡ് കോർട്ടൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഞങ്ങൾ ആടി. പിന്നെ നേരെ ഈ ഭാഗത്തൊക്കെ പോയിരുന്നു. പിന്നെ ഡാമിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതും നല്ല രസമായിട്ടില്ലേ കാണാൻ. എപ്പോഴും ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ആ മേഘമൊക്കെ നോക്കിയേ. അയ്യോ എന്ത് രസമല്ലേ. പിന്നെ ഞാൻ ഒരു സെൽഫി സ്റ്റിക്കൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒരു പ്രഹസനമൊക്കെ നടത്തുകയാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി ഇങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോകുന്നു. തിരിച്ചു വരുമ്പോഴും ഈ മേഘങ്ങളും മഴക്കാരൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഞങ്ങൾ പോയി വരികയാണ്. ഇവിടെ നെറ്റ്വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ഈ സ്ഥലം ഒരു ബെസ്റ്റ് സ്ഥലം തന്നെയാണ്.